അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് ഓൺ ക്യാമിലേക്ക് സ്വാഗതം. ഇന്നൊരു ബർഗർ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമുള്ളതായിരിക്കും ബർഗർ. കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോഴത്തെ തലമുറയിലെ ഒരുവിധം എല്ലാവർക്കും ബർഗർ ഭയങ്കര ഇഷ്ടമായിരിക്കും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് നമുക്ക് ബർഗർ പാറ്റി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനടുത്തുള്ള ബെൽ ഐക്കണിലും ഒന്ന് പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബർഗർ പാറ്റി തയ്യാറാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഒരു വലിയുള്ളി നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇതും ചെറുതായി കട്ട് ചെയ്യണം. ഇത് രണ്ടും ഒരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇവിടെ ചിക്കൻ പാറ്റിയാണ് തയ്യാറാക്കുന്നത്. ബീഫ് ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാം. ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ. അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്. ഇത് നമുക്ക് കൈകൊണ്ട് ബോളാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലായിരിക്കണം. ഇതുപോലെ കൈ ഉപയോഗിച്ച് ബോളാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുത്ത ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കയ്യിൽ നല്ലപോലെ ഒട്ടിപ്പിടിക്കുന്നതായി തോന്നുകയാണെങ്കിൽ ഇതിലോട്ട് നമുക്ക് 1-2 ടീസ്പൂൺ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ പാറ്റിയുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. കയ്യിൽ അല്പം വെള്ളം തടവി നമുക്ക് ഈ ചിക്കനിൽ നിന്നും അത്യാവശ്യം വലുപ്പമുള്ളൊരു ബോൾ എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇതിൻ്റെ തിക്നെസ് ഓവറായിട്ട് കൂടാനും പാടില്ല, അതുപോലെ തന്നെ വളരെ കുറഞ്ഞു പോവാനും പാടില്ല. അത്യാവശ്യം വലുപ്പം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റൗണ്ട് ഒന്ന് ചുരുങ്ങിപ്പോകും. അപ്പോൾ പാറ്റിക്ക് അത്യാവശ്യം വലുപ്പം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ചിക്കൻ പാറ്റിയെല്ലാം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ തവ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് നമുക്കിത് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഫ്രീസറിൽ വെക്കുന്ന മുമ്പ് തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെക്കണം.
ഇനി ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ ഇതൊരു പ്ലേറ്റിലോ ട്രേയിലോ വെച്ച് 4 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇത് നിങ്ങൾക്കൊരു സിപ്പ് ലോക്ക് കവറിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ആക്കി വെക്കാം. ഒരു മണിക്കൂറിന് ശേഷം ഇത് ഫ്രീസറിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തവ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കാം. 3 ബർഗറാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടത് ഒരു വലിയുള്ളി റൗണ്ട് ഷേപ്പിൽ നമുക്ക് 3 സ്ലൈസസ് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒരു ടൊമാറ്റോയും റൗണ്ട് ഷേപ്പിൽ 3 പീസസ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ 3 ലെറ്റൂസ് വേണം. പിന്നെ വേണ്ടത് ബർഗർ ബന്നാണ്. ബർഗർ ബന്ന് നമുക്കൊന്ന് പാനിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കണം. ചീസ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബർഗർ ബന്നെല്ലാം ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബർഗർ ബന്നിൻ്റെ അടിയിലെ പീസിൽ നമുക്ക് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിലെ പീസിൽ നമുക്ക് മയനീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ലെറ്റൂസ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ പാറ്റി വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് ഒനിയൻ വെച്ച് കൊടുക്കാം. ഒരു ടൊമാറ്റോ സ്ലൈസ് വെച്ച് കൊടുക്കാം. പിന്നെ മറ്റേ ബണ്ണിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.